അതെ, എനിക്ക് പണ്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് അതെ, ഒരു 4ാം ക്ലാസ്, 4 കേട്ടോ, ഒരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ കിട്ടിയൊരു ഗിഫ്റ്റാണ്. 6 സോറി, 5ാം ക്ലാസ് പഠിക്കുമ്പോൾ കിട്ടിയൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എനിക്കിത് കുറച്ച് ഒരു ഗെയിം കളിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ നേരത്തിണ്ടായില്ല. അപ്പോൾ എല്ലാവരും അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ടൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇത് പള്ളിയിലത്തെ കാര്യം ഉണ്ടായി പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പേര് എഴുതിയിട്ടില്ല അതിൻ്റെ. അപ്പോൾ അത് കാണുമ്പോൾ ആർക്കൊക്കെ കിട്ടിയാൽ തന്നെ നമ്മളിങ്ങനെ അകരൊക്കെ വരുമ്പോൾ വീട്ടിൽ ഇരുന്നവരൊക്കെ കൺഫ്യൂഷനാവും. കുറച്ചാണ്ട് എനിക്കും ഉണ്ടാവുകയെ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ കണ്ടുതരാൻ പോകുന്നത് കേട്ടോ. പിന്നത്തെ വീഡിയോയിലെ കണ്ടതെന്ന് പറയുന്നത് ടെക്നിക് വീഡിയോ. അതെ, ഒരു യൂസ്ഫുൾ ടെക്നിക്ക്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഇതാണ് എൻ്റെ ക്രാഫ്റ്റിൻ്റെ പെട്ടി. അതെ, എൻ്റെ പെട്ടി എനിക്ക് കിട്ടിയതാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അത് നമുക്ക് കുറേ സാധനങ്ങൾ അതാണ് കാട്ടിത്തരുന്നത്. ഭയങ്കര വെയിറ്റ് അത്യാവശ്യം ഉണ്ട്. എന്തായാലും അടക്കി ഒതുക്കി ഇന്നലെ കയറ്റി വെച്ചോളാം. അതുകൊണ്ടാണ് ഇത്ര വൃത്തിക്കിരിക്കും. 2 ദിവസം കഴിഞ്ഞ് ഇതൊന്നും കാണാൻ കൂടി ഇല്ല. ഇന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാമല്ലോ. അതാണ് എല്ലാവരുടെയും സ്വഭാവം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ എടുക്കുന്നത് കത്രികയാണ്. കത്രിക അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഷേപ്പ് ചെയ്യുന്നതിന് എഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു ഓവൽ ഷേപ്പ്, ഓവലല്ല, ഹാഫ് സർക്കിളിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ വളച്ചിട്ട് നമ്മൾ കിട്ടിയില്ലേ, അതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. 4 വശത്തും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ വരച്ചിട്ട് അതിൻ്റെ എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഫിറ്റായിട്ട് ഇങ്ങനെയല്ലോ അവിടെ. അപ്പോൾ അതിങ്ങനെ ഫിറ്റ് ചെയ്ത് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മൊത്തം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എഡ്ജ് ഇപ്പോൾ ഭയങ്കര ഒരു അപ്പോൾ വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതെനിക്ക് ഗോൾഡൻ ഒരു അതുള്ളതുകൊണ്ടാണ് കേട്ടോ. അതില്ലെങ്കിൽ ഞാൻ വല്ല പേപ്പറിൽ ചെയ്തിട്ടുള്ള ചെല്ലോ ടൈപ്പും കൂടി എൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ഞാൻ എങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. വൃത്തി ഉണ്ടാവില്ല, അത് നമ്മൾ ചെയ്യാനും ചേച്ചിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ പേര് എഴുതാം. അപ്പോൾ അതിനെ പേര് എഴുതിയിട്ടുണ്ട്. 2nd പ്രൈസ് മിസ്റ്റർ മരിയ മെറാന എന്നാണ് ഞാൻ എഴുതി വെച്ചാക്കുന്നത് കേട്ടോ. യെസ്, അതിൻ്റെ ക്യൂട്ട്നെസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്കിതിവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പശ വെച്ചിട്ടല്ല ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്മജ് ആവാണ്ട് വേണം ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്മജ് ആയിക്കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരിക്കും. ഈ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനത് എങ്ങനെയൊക്കെയോ മായ്ച്ചിറങ്ങിയിട്ട് വീണ്ടും അതിൻ്റെ വീട്ടിൽ കട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പെട്ടിയിൽ നിന്ന് വീണ്ടും നമുക്ക് എന്തെടുക്കാം, നല്ല വാഷിംഗ് ടേപ്പ് എടുക്കാം. അത് നല്ല ഗിൽട്ടറി വാഷിംഗ് ടേപ്പാണ് ഞാൻ എടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ടേപ്പില്ല. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പ് നിങ്ങൾക്ക് അങ്ങനെ ടേപ്പ് വെച്ചിട്ട് സാധാരണ ഒരു വൺ സൈഡ് സ്റ്റിക്കർ ടേപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് ആക്കാൻ അറിയാമോ? എനിക്കറിയാം കേട്ടോ, ഞാൻ അത് ചെയ്യുന്ന കാട്ടിത്തരാവേ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒട്ടിക്കാം. ഇത് നമുക്ക് പശയുണ്ട്, ടേപ്പുണ്ട്. ഞാൻ എടുക്കുന്നത് പശയല്ല സോറി, ടേപ്പാണ്. അപ്പോൾ ഞാൻ ഈ ടേപ്പ് ഇങ്ങനെ മുറിക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ എന്തോ പറയുന്നുണ്ട്, ആ അമ്മേനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമാക്കണ്ട. അപ്പോൾ അതിങ്ങനെ മുറിക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറയുക ഗിൽട്ടർ ടേപ്പ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും റോളുള്ളൊരു ഗിൽട്ടർ ടേപ്പ് ഞാൻ കണ്ടത്. എനിക്ക് ആയത് 13 രൂപയാണ്. അപ്പോൾ ഇത് മറിച്ചിട്ട് അപ്പുറത്ത് സ്റ്റിക്ക് ഉള്ളവരത്ത് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക. ഡബിൾ സൈഡ് ടേപ്പ് ആക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഓക്കെ, ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മര്യാദക്കൊന്നിരിക്കാൻ വേണ്ടി കൈയിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പേന വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തു. മര്യാദക്ക് ഡബിൾ സൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും ഡബിൾ സൈഡ് ടേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്. ഇത് ചെയ്യുന്നതാണ് നല്ലതല്ല, നിങ്ങൾ ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിച്ച് എത്ര റോളൊക്കെ ചെയ്യണം. ഇത് ഗിൽട്ടർ ടേപ്പ് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സാധാരണ ടേപ്പ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിതവിടെ ഒട്ടിച്ച് കൊടുക്കാതെ ഒട്ടിച്ച് കൊടുത്തപ്പോഴേക്കും അതവിടെ ഫിറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ട്രിക്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും, കിട്ടുമ്പോൾ എന്തായാലും ചിലതിന് പേരുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പശേൻ്റെ ഒരാവശ്യമില്ല. നമുക്ക് വേറൊരു സ്റ്റിക്കർ കൊണ്ടാണ് ഞാൻ ഇത് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.